വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫുഡ് ഫോർ മൈ വൈഫ്. പാചകക്കലയുടെ നിറക്കൂട്ട് സുരേഷ് ആനാടൻ അവതരിപ്പിക്കുന്നു. ഏവർക്കും സുസ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ? ഇവിടെ എനിക്ക് സുഖം. എല്ലാവരുടെയും സുഖത്തിനായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് വളരെ ഹെൽത്ത്ഫുള്ളായിട്ടുള്ള ഒരു ഇടിയപ്പമാണ്. ഗോതമ്പ് ഇടിയപ്പം, ചില നാടുകളിൽ നൂൽപുട്ടെന്ന് പറയും. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾ കാണുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം. ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു. ബൈ. ഇന്ന് നമ്മൾ പഴമയുടെ ലോകത്തേക്ക് പോവുകയാണ്. പണ്ട് കാലത്ത് ഗോതമ്പ് മാവായിരുന്നാലും അരിമാവായിരുന്നാലും റവയായിരുന്നാലും വറുത്തെടുക്കുന്നു. അപ്പോൾ ഞാനിവിടെ ഇടിയപ്പം ഉണ്ടാക്കാൻ 3 കപ്പ് ഗോതമ്പ് മാവാണ് എടുക്കുന്നത്. പണ്ടെല്ലാം അമ്മമാർ ഇങ്ങനെ വറുത്ത് ഇടിയപ്പം എല്ലാം പുട്ടായിരുന്നാലും എന്തെങ്കിലും ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയായിരുന്നു. അടപ്പ് കത്തിച്ചു, വറുത്തെടുക്കാം. നമുക്കിത് നല്ലതുപോലെ അങ്ങ് റോസ്റ്റ് ആവണ്ട, പച്ചപ്പ് മാറി കിട്ടണം. അപ്പോൾ നല്ലൊരു മണം വരും. അപ്പോഴും മനസ്സിലാക്കിക്കൊള്ളണം നമ്മൾ ഗോതമ്പ് പെർഫെക്റ്റായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇത് നല്ലപോലെ വറുത്ത ശേഷം ചൂടോടുകൂടി തന്നെ നമുക്കിതിന് ചൂടുവെള്ളം ഒഴിക്കണം. അപ്പോൾ ഞാൻ ഇവിടെ വേറൊരു പാത്രത്തിൽ വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ടു. നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. 3 കപ്പ് ഗോതമ്പായുണ്ട്. 3 കപ്പ് വെള്ളം തന്നെ വേണമെന്നില്ല. ഗോതമ്പ് ചില സ്ഥലത്ത് വെള്ളം കുറച്ച് മതിയാകും, ചില ഗോതമ്പിന് വെള്ളം കൂടുതലും വേണം. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഒഴിക്കാൻ. ഞാൻ 2 കപ്പ് ഒഴിച്ച് കഴിഞ്ഞു. 3ാമത്തെ കപ്പ് ഒഴിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ കൈകൊണ്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്യണം. എന്നാലേ ഇത് നല്ലപോലെ മിക്സ് ആവുള്ളൂ. നമുക്കിനി കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല കൈകൊണ്ട് കുഴച്ച് നല്ലപോലെ പിടിപ്പിക്കുക. നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ളതാണ്. അല്പം കയ്യിൽ എണ്ണ ഒഴിച്ച് തേച്ചെടുക്കുക. ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട കാര്യമില്ല. നമ്മൾ സേവാനാഴി, എൻ്റെ നാട്ടിൽ സേവാനാഴി എന്ന് പറയും, നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുന്നു എന്നുള്ള എനിക്കറിഞ്ഞൂടാ. ഇതാണ് സേവാനാഴി. അപ്പോൾ ഇതിൽ അല്പം എണ്ണയൊക്കെ അതിൻ്റെ അച്ചിലും എല്ലാ ഭാഗത്തും എണ്ണ തേച്ചെടുക്കുക. ഇടിയപ്പത്തട്ട് എടുത്തിട്ടുണ്ട്, അതിലും നല്ലപോലെ എണ്ണ തേച്ചങ്ങ് പിടിപ്പിക്കണം. അവിടെയല്ലേ തേങ്ങയൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ 2 പ്രാവശ്യം തേങ്ങ എടുത്തുകൊണ്ട് ആദ്യം ഇടും, ഇതിൻ്റെ മുകളിലും ഇട്ട് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. മാവ് അടുത്ത് കുറച്ചും കൂടെ വെച്ച് നല്ലപോലെ അമർത്തി കൊടുക്കുക. ഫുള്ളായിട്ട് നിറയ്ക്കേണ്ട. ഇത് അടയ്ക്കപ്പോഴും ക്രോസായിട്ട് ഒരിക്കലും വരരുതാവുകൊണ്ട് നല്ല ശ്രദ്ധിച്ച് വേണം അടയ്ക്കാൻ. ക്രോസായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പിഴിയപ്പം മാവ് വെളിച്ചാടും, നമുക്ക് ഇടയ്ക്ക് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ റെഡിയാക്കി എടുക്കുക. ഇനി നമുക്ക് പിഴിഞ്ഞെടുക്കാം. പിഴിയപ്പോഴും ആവശ്യത്തിന് വളരെ കൂടുതൽ പിഴിയണ്ട, കുറച്ച് ഇതിൽ പറ്റുള്ളൂ. പുതിയ മോഡൽ ഇഡ്ഡലി തട്ടൊക്കെ കാണല്ലോ. പണ്ടാണെങ്കിൽ വലിയ ഇത്തിരി അകലം ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് തമ്മിൽ തട്ടും. അതുകൊണ്ട് കുറേശ്ശെ മാത്രം ഇട്ട് കൊടുക്കണം. അതിൻ്റെ മുകളിൽ നമുക്ക് തേങ്ങ ഇട്ടാണ്ടുള്ളതാണ്. ഇഡ്ഡലി തട്ടിൽ വയ്ക്കപ്പം ഒരു തട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഹോളിൽ നിന്ന് മാറ്റി അടുത്ത് വയ്ക്കുക. അപ്പോൾ തമ്മിൽ ഒട്ടാതിരിക്കും. ഇതേപോലെ നമുക്ക് എല്ലാം പിഴിഞ്ഞെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതേപോലെ വറുത്തെടുത്ത് നല്ല ടേസ്റ്റ്ഫുള്ളായിരിക്കും കേട്ടോ. ഇതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് കറിയോ മുട്ടക്കറിയോ ഇറച്ചിയോ എന്ത് വേണോ ഉപയോഗിക്കാം. തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ബാക്കിയും ഇതേപോലെ പിഴിഞ്ഞെടുക്കാം. ഒരു 10 മിനിറ്റ് മതി. അപ്പോഴത്തേക്ക് നമ്മളിത് ഗോതമ്പ് നൂൽപുട്ട് അഥവാ
ഇടിയപ്പം റെഡിയാവും. നല്ല ആവി വരെയാണ്. ഒന്ന് തുറന്ന് നോക്കാം. എന്ത് കഴിഞ്ഞു, നമുക്ക് ഓഫ് ചെയ്യാം.